ഹലോ ഗായ്സ്, ഈദ് മുബാറക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈദിടെ എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തതെന്ന് കണ്ടാലോ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ എനിക്ക് ഫൈനൽ ഇയർ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്തിടാൻ വിചാരിച്ച്. അപ്പോൾ ഈദ് വ്ലോഗ് ലേറ്റ് ആയതിൽ ഞാൻ സോറി പറയുകയാണ് എല്ലാവരോടും. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതാ മൈലാഞ്ചിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് പായസമായിട്ട് പാലട പായസമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ പാലട പായസത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഹോട്ട് വാട്ടർ ഉണ്ടാക്കി അതിൽ അട മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പാല് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അട അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനിടയിൽ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇന്ന് സ്പെഷ്യലായിട്ട് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മന്തിയൊക്കെ ഉണ്ടാക്കി പിന്നെ സൈഡിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. പെരുന്നാളിന് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല. അതാ കുക്കീസും കോഫിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു സൈഡായിട്ട്. പിന്നെ സാലഡും ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പണിയൊക്കെ തീർന്നത് ഏകദേശം ഒരു 8 മണിന്റെ ഉള്ളിൽ കഴിയും. അങ്ങനെ ഇതാ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷ് ആയി വന്ന് പെരുന്നാൾ ദിവസം നമ്മൾ രാവിലെ തന്നെ ഒരു ഫുഡും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ മോർണിംഗ് തന്നെ ഒരു 9 മണിക്കായപ്പോൾ തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച്. ഇപ്പോൾ നല്ല മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ റെഡി ആവാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഈദ് ഔട്ട്ഫിറ്റ്. അങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതാ റെഡിയായി. ഇതിനെന്തായാലും മസ്റ്റ് ആണല്ലോ ഫോട്ടോസും കുറച്ച് റീൽസും ഒക്കെ എടുക്കല്. അങ്ങനെ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇതാ ഫിറ്റ് ചെക്കിംഗ് ഒക്കെ നടത്തി എൻ്റെ വീട്ടിൽ പോകണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇതാ വഴി വെച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വീട്ടിലെത്തി. ആദ്യം തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് പാലട പായസം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഗ്ലാസ് കുടിച്ചു. പിന്നെ ഉമ്മ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അറബിൻ മന്തിയാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കഴിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരുന്ന് നേരെ ഇക്കടെ കസിൻസിന്റെ വീട്ടിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ച് നമ്മൾ അവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിൽ തന്നെ എത്തി. പിന്നെ അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിച്ചു. ഡിന്നറിന് ശേഷം നമ്മൾ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ ലൈറ്റ് നൈറ്റ് ക്രേവിംഗ് ആയിട്ട് ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മേക്കിംഗ് ആണ് റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചു. പിന്നെ ചിക്കൻ ബ്രോസ്റ്റഡ് പോലെ പൊരിച്ചെടുത്ത് ഫ്രഞ്ച് ഫ്രൈസിന്റെ മേലെ കട്ട് ചെയ്തിട്ട് പിന്നെ ചീസ് ഒന്നും ഇല്ലാതെ തട്ടിക്കൂട്ടാണ് പറഞ്ഞല്ലോ, ചീസ് ഒന്നുമില്ല. അപ്പോൾ അതാ വൈറ്റ് സോസ് ഉണ്ടാക്കി അതിന് മേലോട്ട് ഇട്ട് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈദ് ഡേ ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.